വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ആരെപ്പറ്റി പറയുന്നുവെന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവന്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നുവെന്ന് ചോദിക്കുക. യേശുവിന്റെ വക്ഷസ്സിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. ഓർമ്മിക്കുക, ഇത് പറഞ്ഞപ്പോൾ ഈശോ ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. താൻ സ്നേഹിക്കുന്ന ശിഷ്യരിൽ ഒരാളായ യൂദാസിലൂടെ ഒറ്റിക്കൊടുക്കപ്പെട്ട് താൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ പോകുന്നുവെന്ന മുന്നറിവാണ് ഈ വാക്കുകൾ പറയാൻ ഈശോയെ പ്രേരിപ്പിച്ചത്. ആത്മാവിൽ അസ്വസ്ഥനായ അനുഭവം ഗെത്സമനി അനുഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. മരണവേദനയുടെ ആധിക്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനാണ് ഈ വാക്കുകൾ ഈശോ തന്റെ ശിഷ്യരോട് പറയുന്നത്. മരണവേദനയുടെ നടുവിലും ഈശോ യൂദാസിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താതെ നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞത്. പേര് പറഞ്ഞാൽ മറ്റു ശിഷ്യന്മാരിൽ നിന്നും യൂദാസിനുണ്ടാകാവുന്ന അനുഭവത്തെക്കുറിച്ചും ഈശോ ചിന്തിച്ചിട്ടുണ്ടാകും. ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താതെ ശത്രുമിത്ര ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുകയും പിതാവിന്റെ പരമാവധി സ്നേഹം ഈശോ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. യൂദാസിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി ഈശോ തന്റെ ശരീരരക്തങ്ങളായ അപ്പവും വീഞ്ഞും യൂദാസിന് കൊടുത്തു. യൂദാസിന് കൊടുത്തപ്പോൾ സാത്താൻ അവനിൽ പ്രവേശിച്ചുവെന്നും അപ്പം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയെന്നും അപ്പോൾ രാത്രിയായിരുന്നുവെന്നും പറയുന്നത് യൂദാസ് തന്റെ ശിക്ഷാവിധിയിലേക്ക് നടന്നു നീങ്ങുന്നതിനെ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം സ്വീകരിച്ച് സ്നേഹം നൽകുന്നവർക്ക് ജീവനും തിരസ്കരിക്കുന്നവർക്ക് ശിക്ഷാവിധിക്കും കാരണമാകുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈശോ വഴി പിതാവിന്റെ പരമാവധി സ്നേഹമാണ് നമുക്ക് തന്നതെങ്കിൽ നാമും ഈശോ കാട്ടിത്തന്ന വഴിയിലൂടെ സഞ്ചരിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ്. ഈ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നാഥാ, നീ വന്നിടൂ, നിത്യം വസിക്കാനീ കൂടാരത്തിൽ. നാഥാ, നീ വന്നിടൂ, നിത്യം വസിക്കാനീ കൂടാരത്തിൽ. ഞങ്ങളുമായി നീ നടന്നപ്പോൾ ഹൃദയം തീക്ഷ്ണമായി ജ്വലിച്ചിരുന്നു. ഹൃദയം തീക്ഷ്ണമായി ജ്വലിച്ചിരുന്നു. നാഥാ, നീ വന്നിടൂ, നിത്യം വസിക്കാനീ കൂടാരത്തിൽ. വെടിഞ്ഞതാം രാത്രികാലം പ്രത്യാശയേകാനായി നീ അണഞ്ഞു. ആശ വെടിഞ്ഞതാം രാത്രികാലം പ്രത്യാശയേകാനായി നീ അണഞ്ഞു. ഇരുളിൻ്റെ പാതയിൽ കൂരിരുട്ടിൽ
പ്രകാശകിരണമായി നീ വരുന്നു നാഥ, നീ വന്നിടൂ. നിത്യം വസിക്കാനീ കൂടാരത്തിൽ ഞങ്ങളുമായി നീ നടന്നപ്പോൾ ഹൃദയം തീക്ഷ്ണമായി ജ്വലിച്ചിരുന്നു. ഹൃദയം തീക്ഷ്ണമായി ജ്വലിച്ചിരുന്നു. നാഥ, നീ വന്നിടൂ. നിത്യം വസിക്കാനീ കൂടാരത്തിൽ. എന്നകക്കണ്ണുകൾ നീ തുറന്നു, അറിയാത്ത സത്യങ്ങൾ പറഞ്ഞു തന്നു. എന്നകക്കണ്ണുകൾ നീ തുറന്നു, അറിയാത്ത സത്യങ്ങൾ പറഞ്ഞു തന്നു. മേശയിലപ്പം നീ പങ്കുവച്ചു നാഥ, നിൻ സ്നേഹം ഞാനറിഞ്ഞു. നാഥ, നീ വന്നിടൂ. നിത്യം വസിക്കാനീ കൂടാരത്തിൽ ഞങ്ങളുമായി നീ നടന്നപ്പോൾ ഹൃദയം തീക്ഷ്ണമായി ജ്വലിച്ചിരുന്നു. ഹൃദയം തീക്ഷ്ണമായി ജ്വലിച്ചിരുന്നു. നാഥ, നീ വന്നിടൂ. നിത്യം വസിക്കാനീ കൂടാരത്തിൽ.